സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം. വയനാട് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മനുവാണ് മരിച്ചത്. വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ഏറ്റവും പുതിയതായി നൽകാനാവുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കമൽ? ആ പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. മോത്തി മൃതദേഹം ഇതുവരെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ മനുവിന്റെ ഭാര്യയെ കാണാനില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതായത് മനുവിന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ ഭാര്യയും പോയിരുന്നു. അവരെ കണ്ടെത്താനായിട്ടില്ല. ഈ കാട്ടാന ആക്രമണത്തെ തുടർന്ന് ഭയന്നോടിയതാണോ എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഇത് തമിഴ്നാടിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. തമിഴ്നാട് അതിർത്തിയാണ്. നൂൽപ്പുഴ പഞ്ചായത്ത് എന്ന് പറയുന്നത് കൂടുതലും ആദിവാസി ഉന്നതികളുള്ള രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്താണ്. ഭൂരിഭാഗവും വനമേഖലയാണ്. ഈ വനത്തിനകത്തെ നിരവധി ഉന്നതികൾ, ആദിവാസി സെറ്റിൽമെന്റുകൾ ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് നൂൽപ്പുഴ. അത്തരമൊരു സ്ഥലത്താണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പല വിഭാഗങ്ങളിലും പെട്ട ആദിവാസി മേഖലയിലുള്ളവർ തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്താണ്. പല സ്ഥലത്തും കാടിലൂടെയോ കാടിന് സമീപത്തൂടെയോ വേണം താമസ സ്ഥലത്തേക്കൊക്കെ പോകാൻ. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ മനുവിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. ഇന്ന് രാവിലെയാണ് മനുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ പക്ഷേ ആളുകളുടെ പ്രതിഷേധം തുടരുകയാണ്. വയനാട്ടിൽ അടിക്കടിയാണ് വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മാനന്തവാടി കൊല്ലിയിൽ രാധ എന്ന സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മറ്റൊരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. വന്യജീവി പ്രതിരോധത്തിന് ഉള്ള പദ്ധതികളെല്ലാം കടലാസിലിറങ്ങുകയാണ്. ഈ ബജറ്റിൽ പോലും വളരെ ചുരുങ്ങിയ തുകയാണ് വന്യജീവി പ്രതിരോധത്തിന് മാറ്റിവെച്ചത്. അത് ഈ മേഖലയുമായി ബന്ധപ്പെട്ടവരെല്ലാം ബജറ്റ് വന്ന ദിവസം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പല പദ്ധതികളും നടപ്പാക്കാനുള്ള പണം തികയുന്നില്ല. മാത്രമല്ല വനംവകുപ്പിന് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും വാട്ടർമാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത സ്ഥിതിയുണ്ട്. ഇത്രയും രൂക്ഷമായ മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുമ്പോൾ അതിനാവശ്യമായ പദ്ധതികളും അതിനാവശ്യമായ ഫണ്ടും ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് കൂടി ഒരു ചോദ്യമാണ്. മനുഷ്യരുടെ ജീവനാണ് നഷ്ടമാകുന്നത്. മോത്തി, തീർച്ചയായിട്ടും കമൽ, ഇനി ഏറ്റവും പ്രധാനം ആശങ്കയുണ്ടാക്കുന്ന മറ്റൊന്ന് ഈ മരിച്ച മനുവിന്റെ ഭാര്യ എവിടെയാണ് എന്നത് കണ്ടെത്തുക എന്നതാണ്. വനപാലകരുടെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചോ കമൽ? അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആദിവാസി ഉന്നതിയിൽ നിന്നുള്ള ആളുകളും അവർക്കായി തെരച്ചിൽ നടത്തുന്നുണ്ട്. അവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മോത്തി, ദൃശ്യങ്ങളിൽ പ്രതിഷേധക്കാരോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് നമുക്ക് കാണാം. എന്താണ്, അനുനയിപ്പിക്കാനുള്ള ശ്രമമാണോ? ആളുകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് സ്വാഭാവികമായും വനംവകുപ്പ് നടത്തുന്നത്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നുള്ളതാണ് സാധാരണഗതിയിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു വാഗ്ദാനം. അത് എല്ലായ്പ്പോഴും എല്ലാ വന്യജീവി ആക്രമണത്തിലും കൊടുക്കുന്ന തുകയാണ്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര വിഹിതവും ചേർത്ത് 10 ലക്ഷം രൂപ എന്നത്. പക്ഷേ അത് ഈ ആളുകളെ നഷ്ടപ്പെടുന്നതിന് ഒരു പരിഹാരമാകുന്നില്ല. തീർച്ചയായിട്ടും കമൽ, എത്ര ഔചിത്യമില്ലായ്മയാണ് എന്ന് നോക്കൂ. അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരാം എന്നതാണ്, അല്ലെങ്കിൽ ഒരു താൽക്കാലിക വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാം എന്നതാണ്. ഇത് ഒരു ജീവന് പകരമാകുമോ? എത്രയെന്ന് വെച്ചാണ് ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് മനുഷ്യരെ പറ്റിക്കുന്നത്? അതുതന്നെയാണ് ഇതിന്റെ പ്രശ്നം. 10 ലക്ഷം രൂപ കൃത്യമായി ഇപ്പോൾ നഷ്ടപരിഹാരം വളരെ പെട്ടെന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ മോദി പറഞ്ഞതുപോലെ ഒരു മനുഷ്യ ജീവന് പകരമാകുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു ഗതികേടാണ്. 10 ലക്ഷം രൂപ തരാം, ഒരു ജീവൻ പോയെങ്കിൽ നിങ്ങൾക്ക് പണം നൽകാം എന്ന് പറയേണ്ടി വരുന്നത് ഒരു ഭരണകൂടത്തിന്റെ ഗതികേടായി തന്നെ കാണേണ്ടതുണ്ട്. നിയമനിർമ്മാണമാണോ, മറ്റെന്തെങ്കിലും ശാസ്ത്രീയ പഠനമാണോ, മറ്റ് സാങ്കേതിക രീതികൾ അവലംബിക്കലാണോ, അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കലാണോ, എന്താണ് ഈ ഘട്ടത്തിൽ സർക്കാരിന് ചെയ്യാനാവുക എന്നത് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഖജനാവിലെ പണമില്ലായ്മയാണ്. വനം വകുപ്പിന്റെ പല വാഹനങ്ങളും നുള്ള ഇന്ധനം നിറയ്ക്കാൻ പോലും വനം വകുപ്പിന് ശേഷിയില്ല എന്നതാണ് ഈ സമയത്തെ സ്ഥിതി. ഇപ്പൊ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. പരിഹരിക്കാം.
സ്ഥലത്ത് പ്രതിഷേധമാണ്. പ്രതിഷേധക്കാരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കമൽ വിവരങ്ങളുമായി തുടരുന്നു. കമൽ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ശാശ്വത പരിഹാരം എന്നതാണ്. ഒരുപക്ഷെ അത് നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല. പക്ഷേ ആ ശാശ്വത പരിഹാരത്തിലേക്ക് എത്താൻ സർക്കാരിന് കഴിയും. അതിന് വ്യക്തമായ പഠനവും നിരീക്ഷണവും ഒക്കെ ആവശ്യമാണ്. അത് നടത്തണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് പണവുമാണ്. ഇതില്ലാത്ത സ്ഥിതിക്ക് ഇത്തരത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഭാവിയിൽ കൂടുകയല്ലേ ഉള്ളൂ. ഇത്തരത്തിൽ ഈ സംഘർഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഈ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. പലപ്പോഴും വനംവകുപ്പ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്ങനെ ശാശ്വത പരിഹാരം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷ് മരിച്ചിട്ട് ഒരു വർഷം തികയുകയായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ അജീഷിന്റെ മരണത്തെ തുടർന്ന് നടപ്പാക്കിയ ഒരു വാഗ്ദാനവും അവിടെ നടപ്പായിട്ടില്ല. പ്രത്യേകിച്ച് അവിടെ തൂക്ക് ഫെൻസിംഗ് സ്ഥാപിക്കും എന്ന വാഗ്ദാനമുണ്ടായിരുന്നു. ആ മേഖലയിൽ ഇപ്പോഴും ആനകൾ തുടർച്ചയായി നാട്ടിലിറങ്ങുകയാണ്. ആ ഫെൻസിങ്ങിന് ഫണ്ടൊക്കെ അനുവദിച്ചു, കരാർ നൽകുകയും ചെയ്തു. പക്ഷെ കരാറുകാരൻ പാതി വഴിയിൽ പണി നിർത്തിയ അവസ്ഥയാണുള്ളത്. ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഈ സ്ഥിരം പരിഹാരം അകലെയാവുകയാണ്. അത്തരം ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോഴാണ് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇതിനാവശ്യമായ പണം പോലും അനുവദിക്കാത്തത്. പലയിടത്തും വാച്ചർമാർക്ക് ശമ്പളം നൽകുന്നില്ല, അല്ലെങ്കിൽ മുമ്പേ ഉണ്ടായിരുന്ന വാച്ചർമാരെ പല സ്ഥലത്തും പിരിച്ചുവിട്ടിരിക്കുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ല. 3 ഡിവിഷനുകളിലും RRT ഉണ്ടെങ്കിൽ കൂടി അവർക്ക് പലപ്പോഴും അമിത ജോലി ഭാരമാണ്. കാരണം വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിന്റെ ഏത് ഭാഗത്ത് ഈ പ്രശ്നമുണ്ടാകുമ്പോഴും അങ്ങോട്ട് ഓടിയെത്തുന്നത് ഈ വയനാട്ടിൽ നിന്നുള്ള ദൗത്യ സംഘമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അമിതമായ ജോലി ഭാരമുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. എത്തിപ്പെടാൻ വാഹനങ്ങൾ വേണ്ടതുണ്ട്. പട്രോളിംഗ് നടത്താനും അതുപോലെ സ്ഥിരമായി കാവൽ നിൽക്കാനും വാച്ചർമാർ വേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മോദി. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നു. ആശ്രിതന് ഒരു താൽക്കാലിക ജോലി വനം വകുപ്പിൽ നൽകുന്നു. ഇതോടുകൂടി അവസാനിക്കുകയാണ് കാര്യങ്ങൾ. ഒരു സ്ഥിരം മായ ഒരു പരിഹാരം, അല്ലെങ്കിൽ കൂടുതലായി ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്ത് കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ തീർത്തും വനത്തിന് ഉള്ളിലുള്ള ആളുകൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകി മാറ്റിപ്പാർപ്പിക്കുക. പുനരധിവാസ പദ്ധതിയൊക്കെ നിലവിലുണ്ട്. അത് പക്ഷേ തീർത്തും അശാസ്ത്രീയമായ രീതിയിൽ നഷ്ടപരിഹാരം നൽകുന്ന ഒരു പദ്ധതിയാണ് നിലവിലുള്ളത്. പ്രായപൂർത്തിയായ ഒരാൾക്ക് 15 ലക്ഷം രൂപ എന്ന നിലയിലാണ് ഈ വനഗ്രാമങ്ങളിൽ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നത്. അത് പലപ്പോഴും അവരുടെ വീടിനും സ്ഥലത്തിനും ഒന്നും മതിയായ തുകയാകില്ല. ചിലർക്ക് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ പണം കിട്ടുന്ന അവസ്ഥയാണ്. അതൊന്നും ഒരു ശാസ്ത്രീയമായി പരിഹരിക്കാൻ പുനരധിവാസം പലപ്പോഴും പണം കൊടുത്തൊരു ഒഴിവാക്കൽ എന്ന രീതിയിലേക്കാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഒരു കുറച്ച് പണം കൊടുക്കുന്നു, അവരെങ്ങോട്ടെങ്കിലും ഒഴിഞ്ഞു മാറി പോകേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാകുന്നു. ഇത്തരം ഘട്ടത്തിൽ ഇതൊക്കെ ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമായി കണ്ട് അതിന്റെ മുൻകരുതലുകൾ എടുത്ത് മുൻഗണന അതിന് കൊടുത്ത് ആ ഉത്തരവാദിത്തത്തിന് കൊടുത്ത് മുന്നോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത് എന്നത് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഘട്ടത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വനവിസ്തൃതി കുറഞ്ഞതാണോ, വന്യജീവികളുടെ എണ്ണം കൂടിയതാണോ, അങ്ങനെ എന്ത് കാരണത്താലാണ് ഇത് ഉണ്ടാവുന്നത് എന്നത് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് തോന്നുന്നു കമൽ. അത് തന്നെയാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ ഓരോ തവണയും ചർച്ച ചെയ്യുമ്പോൾ ഈ താൽക്കാലിക പരിഹാരങ്ങൾ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് സർക്കാർ സമ്മതിച്ചു, അല്ലെങ്കിൽ താൽക്കാലിക ജോലി നൽകാമെന്ന് സമ്മതിച്ച കാര്യങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണുള്ളത്. എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് കൂടുതൽ നീക്കിയിരിപ്പ് ഉണ്ടാകുന്നില്ല? മറ്റു പല മേഖലകൾക്കും പണം നീക്കിവെക്കുമ്പോൾ ഇതിനുള്ള ഫണ്ട് എന്തുകൊണ്ട് നീക്കിവെക്കുന്നില്ല? ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ, അല്ലെങ്കിൽ പുനരധിവാസനം. നമുക്കിപ്പോഴറിയാം, ദേശീയപാത സംസ്ഥാന സർക്കാർ വലിയ നേട്ടമായി പറയുന്നു. പക്ഷെ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തവർക്ക് അത്രയും ഉയർന്ന നഷ്ടപരിഹാരം, വലിയ നഷ്ടപരിഹാരം നൽകിയാണ് ആളുകളെ ഒഴിപ്പിച്ചത്. പലപ്പോഴും വനമേഖലയിൽ, വനഗ്രാമങ്ങളിലൊക്കെ പുനരധിവാസം നടക്കുമ്പോൾ ഒരു മുതിർന്ന ആൾക്ക്, ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപയാണ് ആകെ നൽകുന്നത്. അവർക്ക് എത്ര സ്ഥലമുണ്ടെങ്കിലും എത്ര വലിയ വീടാണെങ്കിലും. മറ്റ് മുതിർന്ന ആളുകൾക്ക്, വിവാഹിതരാകാത്ത മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടി 15 ലക്ഷം രൂപ കിട്ടും. അത് പക്ഷേ പലപ്പോഴും വളരെ അശാസ്ത്രീയമാണ്. ഇത് നിർബന്ധിത പുനരധിവാസമല്ല, വളണ്ടറി ആയിട്ടുള്ള പുനരധിവാസ പദ്ധതിയാണ് വനഗ്രാമങ്ങളിൽ നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റേതുമുണ്ട്, കേരള സർക്കാരിന്റെ റീബിൽഡ് കേരളയിലുമുണ്ട്. പക്ഷെ അതൊന്നും ഒക്കെ ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലാണ് നടപ്പാക്കുന്നത്. ആളുകൾക്ക് മറ്റൊരിടത്ത് കൃഷിഭൂമി വാങ്ങി ജീവിതം കരുപ്പിടിക്കാൻ ആവശ്യമായ നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ ഈ പുനരധിവാസം കൊണ്ട് കാര്യമുണ്ടാകൂ. അല്ലെങ്കിൽ ആളുകൾ മാറാൻ തയ്യാറാകില്ല.
അത്തരം പ്രദേശങ്ങളുണ്ട്. അതുപോലെ സുരക്ഷയൊരുക്കി ആളുകളുടെ ജീവന് സുരക്ഷയൊരുക്കാൻ കഴിയുന്ന പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കാൻ കഴിയുന്ന പ്രദേശങ്ങളുണ്ട്. അത്തരം പദ്ധതികളൊക്കെ പലപ്പോഴായി ഉയർന്നു വരുന്നുണ്ട്. പല നിർദ്ദേശങ്ങളുമുണ്ട്. പക്ഷേ സർക്കാർ അതിന് വേണ്ടത്ര മുൻഗണന നൽകുന്നില്ല, അല്ലെങ്കിൽ അതിനാവശ്യമായ പണം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. മോദി തീർച്ചയായിട്ടും അങ്ങനെ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന പൊതുസമൂഹമാണ്. അവർ സ്വാഭാവികമായും പ്രതികരിച്ചു പോവും. അവർ വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചു പോവും. ആ പ്രതിഷേധങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നത് പലപ്പോഴും വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്നത് വാസ്തവമാണ്. RRT സംഘമടക്കം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ണിമച്ചിമാതെ പലപ്പോഴും കാവലിരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് മതിയായ സൗകര്യങ്ങൾ കൊടുക്കാൻ പോലും വകുപ്പിന്റെ ഭാഗത്തു നിന്നാവുന്നില്ല. അവരുടെ വാഹനങ്ങൾക്ക് മതിയായ ഇന്ധനമില്ല. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുന്നില്ല. പലപ്പോഴും വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുന്നു. അങ്ങനെ ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ പലപ്പോഴും മുട്ടിലിഴയുന്ന അവസ്ഥ വനം വകുപ്പിനുണ്ട് എന്നത് തള്ളിക്കളയാനാവാത്ത ഒന്നാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മനുഷ്യജീവനുകൾ ഓരോ ദിവസവും പൊലിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്ത് എടുത്തു പറയാൻ ഇതാ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. വയനാട് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മനു എന്ന യുവാവ്. അതിനൊപ്പം ആശങ്കയോടെ പങ്കുവയ്ക്കേണ്ടത് മനുവിനൊപ്പം ഉണ്ടായിരുന്ന ഭാര്യയെ കാണുന്നില്ല എന്നതാണ്. ഉന്നതിയിലെ മറ്റ് താമസക്കാരും വനം വകുപ്പ് ജീവനക്കാരും ഇതിനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കമലും അക്കാര്യം പങ്കുവച്ചിരുന്നു. കമൽ, ഈ മൃതദേഹം അവിടെ നിന്ന് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചോ? അതിന്റെ വിശദാംശങ്ങൾ എന്താണ് കമൽ? െങ്കിൽ കളക്ടർ വരണം എന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. തൽക്കാലം ആരെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരോ ഒക്കെ സ്ഥലത്തെത്തി ചർച്ച ചെയ്താൽ മാത്രമേ മൃതദേഹം നീക്കാൻ അനുവദിക്കൂ എന്ന നിലപാടിലാണ് നാട്ടുകാരുള്ളത്. ഇതൊരു വനമേഖലയാണ്. ബത്തേരിയിൽ നിന്നും തമിഴ്നാട് അതിർത്തിയാണ്. നൂൽപ്പുഴ പഞ്ചായത്തിലെ കാപ്പാട് എന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു വേണം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തണമെങ്കിൽ. പക്ഷേ ആളുകൾ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്.